പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ വികസന പിന്നോക്കാവസ്ഥയാണ് LDF പ്രധാന ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങുന്നത്. 5 വർഷത്തിനിടെ MP-യുടെ ഇടപെടലിൽ പ്രത്യേക വികസന നേട്ടങ്ങളൊന്നും മണ്ഡലത്തിൽ UDF-ന് ചൂണ്ടിക്കാണിക്കാനില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ടെ ചൂടേറിയ ചർച്ചാ വിഷയം വികസനം തന്നെയാകുമെന്നുറപ്പാണ്. പാർലമെന്റിൽ നടത്തിയ ഇടപെടലും മണ്ഡലത്തിലെ വികസനവും ഇവ രണ്ടുമാണ് MP-മാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ മാനദണ്ഡം. കഴിഞ്ഞ 5 വർഷത്തിനിടെയുള്ള കാസർഗോഡ് മണ്ഡലത്തിലെ ഈ കണക്കുകളാണ് തിരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുമ്പോൾ LDF ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്നത്. പാർലമെന്റിൽ 5 വർഷത്തിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പങ്കെടുത്ത സംവാദങ്ങളുടെ ആകെ എണ്ണം 51. സംസ്ഥാന ശരാശരിക്കും വളരെ താഴെയാണ് കാസർഗോഡ് MP-യുടെ പ്രകടനം. ഇടപെട്ടപ്പോഴാകട്ടെ സംസ്ഥാന താൽപര്യത്തിനും വികസനത്തിനുമെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പാർലമെന്റിൽ സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്നു. അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളുടെ എണ്ണം 0. 4.8 സ്വകാര്യ ബില്ലുകളുടെ സംസ്ഥാന ശരാശരി. ചോദ്യങ്ങളുടെ എണ്ണത്തിലും സംസ്ഥാന ശരാശരിയേക്കാൾ മോശം പ്രകടനം. സംസ്ഥാന ശരാശരി 266. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉന്നയിച്ച ചോദ്യങ്ങൾ 201. പ്രാദേശിക വികസന ഫണ്ട് വഴി 19.5 കോടി രൂപ ലഭിച്ചപ്പോൾ 7,32,50,5000 രൂപ മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിലെ MP-യുടെ പ്രകടനം ബിലോ ആവറേജാണ്. അതായത് ഒരു MP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം പാർലമെൻറ്റിൽ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കലാണ്. അതിൽ അദ്ദേഹം വളരെ ദയനീയമായ പരാജയമാണ്. മറ്റൊരു കാര്യം, MP എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഇടപെട്ട് മണ്ഡലത്തിനാവശ്യമായ വികസന പ്രവർത്തനം എത്തിക്കുന്നതിലാണ്. അത് ദയനീയമായ പരാജയമാണ്. അദ്ദേഹം പ്രധാനമായും ചെയ്തത് അദ്ദേഹത്തിന് ലഭിക്കുന്ന എല്ലാ വർഷവും ലഭിക്കുന്ന MP ഫണ്ട്, ആ MP ഫണ്ട് വീതം വെച്ച് കൊടുക്കാനാണ് ശ്രദ്ധിച്ചത്. മാത്രമല്ല, ഏറ്റവും വിചിത്രമായൊരു കാര്യം, MP ഫണ്ടിൽ ബഹുഭൂരിപക്ഷം അദ്ദേഹം ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച ഹൈമാക്സ് വിളക്ക് സ്ഥാപിക്കാനാണ്. അപ്പോൾ ആ ഫോട്ടോ അത് ലൈറ്റിൽ ആണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള പണം പഞ്ചായത്ത് കൊടുക്കണം. മുൻ MP P. കരുണാകരന്റെ ഇടപെടലിൽ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നബാർഡ് വഴി 320 കോടി രൂപയുടെ പദ്ധതികൾ എത്തിച്ചെങ്കിലും ഇതിന് തുടർച്ചയുണ്ടായില്ല. കാഞ്ഞങ്ങാട് കാണിയൂർ പാത, കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ വികസനം, കിഫ്ബിയിലൂടെ അനുവദിച്ച 5 റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേ അനുമതി, ഇങ്ങനെ MP-യുടെ ഇടപെടലില്ലാതെ പ്രതിസന്ധിയിലായ മണ്ഡലത്തിലെ പദ്ധതികൾ നിരവധിയാണ്. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ വികസന രംഗത്ത് മുന്നേറ്റമുണ്ടായെന്നാണ് UDF അവകാശവാദം. റെയിൽവേ രംഗത്ത് കൊണ്ടുവന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്നും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും വലിയ വിജയപ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ പ്രവർത്തനത്തിൽ UDF പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള അതൃപ്തി പലപ്പോഴായി പുറത്തു വന്നിരുന്നു. 5 വർഷത്തിനിടെയുണ്ടായ മണ്ഡലത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ ജനങ്ങൾക്കിടയിൽ അക്കമിട്ട് നിരത്തി തിരഞ്ഞെടുപ്പിന് നേരിട്ട് മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.